ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫാണ്. എല്ലാ തവണയും പറയും പോലെ ഫുള്ളൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഇച്ചിരി കവർ ചെയ്ത് ഒരു വ്ളോഗാണ് കേട്ടോ. രാവിലെ എണീക്കുന്നത് മുതൽ വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചാണ് എണീറ്റത്. പക്ഷേ അതിനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ തന്നെ ബസ്സിലൊക്കെ ഇരുന്ന് പോകുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. നല്ല തണുപ്പുമായിട്ടുണ്ട്, ചെറുതായിട്ട് തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. രാവിലെ മാത്രമാണ് ഈ രസമുള്ളൂ. ഇനിയിപ്പോൾ രാവിലെ ബസ്സിൽ ഭയങ്കര തിരക്കാണെന്നുണ്ടെങ്കിൽ ആ രസം അത്ര രസം ഉണ്ടാകത്തില്ല. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ബ്ലോക്കാണ്. ബ്ലോക്ക് കിട്ടി നമ്മുടെ സമയം മുഴുവൻ നഷ്ടമാവും. അതായത് നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും ചിലപ്പോൾ എത്തത്തില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ. അത് കഴിഞ്ഞ് വർക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞാനൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പമ്മയിലാണ് കയറിയ. ഫുള്ള് നഷ്ടക്കച്ചവടമായിരുന്നു. പിന്നെ ജോലി കിട്ടിയ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ റൂം ഒന്ന് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി അടുത്താണ്. അല്ലെങ്കിൽ എനിക്ക് പോയി വരാൻ ഭയങ്കര പാടായിരിക്കും, ദൂരെയായിരിക്കും കേട്ടോ. ഒരു 1 hour മുകളിൽ ട്രാവൽ ഡിസ്റ്റൻസ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ അക്കോമഡേഷൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോഴേക്കും മുട്ടയൊക്കെ ഹോം പ്ലേറ്റ് പരിവായിട്ടുണ്ടായിരുന്നു. അതുപോലെ പൊട്ടിപ്പോയി. 4 എണ്ണം പൊട്ടിപ്പോയി കേട്ടോ. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഫുള്ള് മുട്ടയും പൊട്ടിപ്പോയി. പിന്നെ എനിക്ക് സങ്കടമൊക്കെ ആയി. എന്നാലും ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. ബാക്കിയുള്ള മുട്ടയൊക്കെ എടുത്തിട്ട് നമ്മൾ സേഫായിട്ട് തുടച്ച് ബാക്കി നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു 2-3 മുട്ടയുണ്ട്, അതിൻ്റെ കൂട്ടത്തിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മുട്ട ഓഫറിൽ കണ്ടിട്ട് മേടിച്ചാണ്. 5.99. ഓഫർ വലിയ കാര്യമായിട്ടൊന്നുമില്ല. എല്ലായിടത്തും €6 കിട്ടും കേട്ടോ. മുട്ട 30 മുട്ട €6 ആ ഒരു റേറ്റിനൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ സൺഫ്ലവർ ഓയിൽ ഓഫർ കണ്ടിട്ട് മേടിച്ചാണ്. പക്ഷേ ബില്ല് നോക്കിയപ്പോഴാണ് 99 സെൻറ്റായിരുന്നു ഓഫറിലുണ്ടായിരുന്നത്. ബില്ലിൽ നോക്കിയപ്പോൾ 1.39 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാർഡുള്ളതായിരുന്നു എനിക്ക്. പക്ഷേ എന്താണ് അങ്ങനെ വന്നേ എന്ന് മനസ്സിലായില്ല. പിന്നെ ഞാനൊരു അപ്പച്ചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ നിന്നോടത്തെ വീട്ടിലെ ചേച്ചിയുടെ അപ്പച്ചട്ടിയായിരുന്നു കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ട്. ദോശയുടെ ഇതൊക്കെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് മാറിയപ്പോൾ ഞാൻ ഒരെണ്ണം മേടിച്ചു. പിന്നെ കുറച്ച് മുന്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീട്രൂട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒലത്താൻ വേണ്ടിയിട്ട്. പിന്നെ സവാള ഓഫറിൽ കണ്ടപ്പോൾ അത് മേടിച്ചു. ഉരുളക്കിഴങ്ങ് ഓഫറിലായിരുന്നു. €2 ഉണ്ടായിരുന്നുള്ളൂ. 1.5-2 കിലോ എങ്ങോട്ടുണ്ടായിരുന്നു. അതിന് €2 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മേടിച്ചു. ഒരു കുഞ്ഞു മാങ്ങയും മേടിച്ചു കേട്ടോ. പിന്നെ കപ്പ മേടിച്ചു. ഇവിടെയാണ് എനിക്ക് വീണ്ടും അബദ്ധം പറ്റിയത്. കപ്പ കണ്ട് ഞാൻ €4 എന്ന് കണ്ട് മേടിച്ചതാണ്. കപ്പയ്ക്ക് വെയിറ്റ് കൂടുമെന്നുള്ള കാര്യം ഞാൻ വിട്ടുപോയി. കൂട്ടി വന്നപ്പോൾ €7. അതും അവിടെ ഭയങ്കര നഷ്ടമായിപ്പോയി. പിന്നെ നമ്മൾ തൂക്കി മേടിച്ചിട്ട് എങ്ങനെ തിരിച്ച് വെക്കണമെന്ന് വിചാരിച്ചാണ് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് കൂടെ കൂട്ടിയത്. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ കണക്ക് കൂട്ടിക്കഴിഞ്ഞപ്പോൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആകെ ഒരു ഇച്ചിരി ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ. 2 കിലോയുടെ അടുത്ത് ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ. €23. ഇതെങ്ങനെ വന്നു എന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബില്ല് ചെക്ക് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് വേറെ ആരുടെയോ എന്തോ ഒരു സംഭവം കൂടി ഒരു 1.5 കിലോൻ്റെ, അത് €9 കിലോ വരുന്നതിൻ്റെ 1.5 കിലോ, അങ്ങനെ €14 എക്സ്ട്രാ വേറെ ഉണ്ടായിരുന്നു. എൻ്റെ €8 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ടോട്ടൽ അതിന് €23 എത്രയോ സെൻറ്റോടെയും കൂട്ടിയിട്ടാണ് ഇട്ടത്. പിന്നെ എനിക്ക് സങ്കടമായി. പിന്നെ ഞാൻ ഇനിയിപ്പോൾ തിരിച്ച് പോയിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഓരോന്ന് ഞാൻ ചിക്കൻ എങ്ങനെ ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്, ഓരോ പാർട്ടായിട്ട്. അപ്പോൾ ഓരോ പാർട്ട് എടുത്തിട്ട് അങ്ങ് ചൂടുവെള്ളത്തിലിടുവോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് ഇതാക്കുകയോ ചെയ്താൽ മതിയല്ലോ. പിന്നെ ഞാൻ മുട്ട പറക്കി വയ്ക്കലായിരുന്നു പരിപാടി. ഇത്രയും നാളിവിടെ ഷോപ്പിംഗ് ചെയ്തിട്ട് ഇന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായ ദിവസം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ചിലപ്പോൾ എൻ്റെ ശ്രദ്ധക്കുറവിൻ്റെയൊക്കെ ആയിരിക്കും. ഈ മുട്ടയൊക്കെ മേടിച്ച് വെച്ചാൽ രാവിലെ നമുക്ക് പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ 2 മുട്ട പുഴുങ്ങി തിന്നിട്ടെങ്കിലും പോവാലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ മേടിച്ച് വെച്ചത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി തിന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു കടയിൽ പോയി മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. പെട്ടെന്ന് ഞാൻ തുറന്നപ്പോൾ 2 മുട്ട പൊട്ടിയ പോലെയാണ് ഫീൽ ചെയ്തോളൂ. പക്ഷേ 4 എണ്ണം പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ. മുട്ടയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി അടുത്തത് കുക്കിംഗ് പരിപാടിയിലോട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കണേ. എന്തായാലും കപ്പ മേടിച്ച് നഷ്ടമായി. എന്നാൽ പിന്നെ കുക്ക് ചെയ്ത് വെച്ചേക്കാം. അല്ലാതെ നമ്മൾ എടുത്ത് വെച്ച് ഇനി അത് കേടായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കപ്പ പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വറ്റൽമുളകിൻ്റെ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്ത് വെച്ചു. ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നേ. അത് പെട്ടെന്ന് അങ്ങനെ കമന്ന് താഴത്തോട്ട് വീണപ്പോൾ അത് പോയതാണ്. അപ്പോൾ അതൊരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഫില്ലപ്പ് ചെയ്ത് വെച്ചു. നാട്ടിൽ നിന്ന് വന്നപ്പോൾ മേടിച്ച പാത്രമാണ് കേട്ടോ ആദ്യം കാണിച്ച പാത്രം. പിന്നെ സാധനങ്ങളെല്ലാം തുറന്ന സാധനങ്ങളെല്ലാം ഇതിനകത്തോട്ടിട്ടിട്ട് അടച്ചു വെച്ചു. ഇനി നമുക്ക് കപ്പ പുഴുക്കുണ്ടാക്കാം. പിന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെച്ച ചിക്കനില്ലേ, അതിൽ നിന്ന് കുറച്ച് ചിക്കനും അപ്പുറത്തെ ഒരു പാക്കറ്റിൽ നിന്ന് കുറച്ച് ചിക്കൻ കൂടി എടുത്തിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കിയത്. ഞാൻ ആദ്യം വേറൊരു ഐഡിയയിലായിരുന്നു മാറ്റി വെച്ചിരുന്നത്. പിന്നെ ഐഡിയയൊക്കെ അങ്ങ് ചേഞ്ചായി. അതുകൊണ്ടാണ് 2 ഇതിനകത്തിരുന്നത് മാറ്റി ഒറ്റ ഇതിനകത്തോട്ടാക്കിയത് കേട്ടോ. അതിനകത്തുനിന്ന് കുറച്ച് നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം വില കുറഞ്ഞ് കിട്ടുന്നത് ചിക്കനായിട്ടാണ്. €4 €4 ചിക്കൻ കിട്ടുമേ.
ഓൾ ചിക്കൻ എത്രയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞു. ഞാൻ ലെഗാണ് മേടിക്കാറ്, എന്നിട്ട് അത് പീസാക്കും, അങ്ങനെ ചെറുതാക്കിയിട്ട് മേടിക്കും. അങ്ങനെയാണ് കേട്ടോ ഞാൻ മേടിക്കാറ്. അപ്പോൾ അത്യാവശ്യമുള്ള ചിക്കനൊക്കെ എടുത്തു, എന്നിട്ട് നന്നായിട്ട് കഴുകി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വയ്ക്കാമെന്ന് വിചാരിച്ചാണ്. പുറത്താരെങ്കിലൊക്കെ വെച്ച് എന്നെ കാണുവാണെന്നുണ്ടെങ്കിൽ ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമാണ്, കുഞ്ഞാറ്റ നന്നായിട്ട് കുക്ക് ചെയ്യൂലേന്ന്. ഈ കുക്കിങ്ങൊക്കെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. കുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് നോക്കി ചെയ്യാനാണ് എനിക്കറിയുള്ളൂ. എത്ര തവണ ചെയ്താലും ചിലപ്പോൾ യൂട്യൂബ് നോക്കിയാലാണ് എനിക്ക് തൃപ്തി വരുള്ളൂ. ചില സാധനങ്ങളൊന്നും ഞാൻ യൂട്യൂബ് നോക്കാതെ ഉണ്ടാക്കും കേട്ടോ. കോമൺ ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ. പക്ഷെ ബാക്കി ചില നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെയാണ് എനിക്ക് ഒരു സപ്പോർട്ടിനുള്ളത്. കുക്കിങ്ങിൻ്റെ റെസിപ്പി വീഡിയോസൊക്കെ ചെയ്യുന്നവരോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. കാരണം അവരില്ലെങ്കിൽ ഇങ്ങനെയൊന്നും കുക്ക് ചെയ്യാൻ എന്നെ കൊണ്ടാവത്തില്ല. പിന്നെ റെസിപ്പിയൊക്കെ നോക്കി ബുക്കൊക്കെ നോക്കി ഉണ്ടാക്കാമെന്നൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതൊക്കെ കാണാപ്പാടം പഠിച്ചുണ്ടാക്കുക എന്നുള്ളതും ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ റെസിപ്പി വീഡിയോ ചെയ്യുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെയാണ് ഞങ്ങളുടെ, എനിക്ക് തോന്നുന്നു അബ്രോഡുള്ളവരൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും കുക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കപ്പയുടെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ കപ്പ നല്ല കയ്പ്പായിരുന്നു, ഒരു വയ്ക്ക് കൊള്ളത്തുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും വലിയ ഇതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ടു, കുറച്ച് നേരം ഉപ്പിട്ടൊക്കെ വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചു, എന്നിട്ട് കഴുകിയെടുത്തു. അങ്ങനെ നമുക്കിങ്ങനെ കയ്പ്പ് കളയാൻ പറ്റുമെന്ന് ഇങ്ങനെ കഴുകി അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ എന്നാലും ആ ഒരു കയ്പ്പിൻ്റെ ആ ഒരു ഇതങ്ങോട്ട് മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് സാധാരണ ഈ കപ്പ ഞാൻ ഫ്രോസൺ മേടിക്കാറ്. അപ്പം എനിക്ക് നല്ല കപ്പ് കിട്ടാറുണ്ട് കേട്ടോ. മലയാളി സ്റ്റോറിയിൽ നിന്ന് ഫ്രോസൺ കപ്പ് മേടിക്കും. പക്ഷെ അത് കുറച്ചുള്ളൂല്ലോ, ഒന്ന് പിന്നെ ഇത് മേടിക്കാമല്ലോ. പക്ഷെ റേറ്റും ലാഭം മലയാളി സ്റ്റോറിയിൽ നിന്ന് ഫ്രോസൺ മേടിക്കുന്നത് തന്നെയായിരുന്നു. ഇതെനിക്ക് ഭയങ്കര നഷ്ടമായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നമ്മളിപ്പോൾ ഒരു തവണ നമ്മൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലാണല്ലോ അത് അബദ്ധമാണ്, ഇനി നമ്മളത് ആവർത്തിക്കരുതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച സാരമില്ല, പിന്നെ കപ്പയൊക്കെ ഉണ്ടാക്കുക, ഇന്നത്തേക്ക് ഡിന്നറിന് കപ്പ എന്ന് ഞാൻ ഉറപ്പിച്ചെടുത്തു. അപ്പോൾ ഇതാണ് കപ്പ നന്നായിട്ട് അരിഞ്ഞ് കുത്തിയെടുത്ത് ഇതാക്കി. നമ്മൾ ചിക്കൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിതൊന്ന് കഴുകി, അല്ലാതെ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. കപ്പ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചത്. പണിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ കുക്ക് ചെയ്ത് ആവശ്യത്തിനുള്ളത് കുക്ക് ചെയ്ത് കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസത്തേക്ക് ഉച്ചത്തേക്ക് ചോറും ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഈ കറി തന്നെ ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരിതിന് കൊണ്ടുപോകും. പിന്നെ ഒരുപാട് സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കൽ നിർത്തി കേട്ടോ. നേരത്തെ ഞാൻ അങ്ങനെയൊക്കെ വെക്കുമായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ അങ്ങനെ ഒരുപാട് വെച്ച് കഴിക്കുന്നില്ല. കാരണം അത് നമ്മുടെ വയറിനും അത്ര നന്നല്ല. ഇനിയിപ്പോൾ തണുപ്പൊക്കെ വരാൻ പോകുമല്ലേ, പുറത്ത് വെച്ചാലും അങ്ങനെ കേടാവത്തൊന്നുമില്ല. എങ്കിലും ചോറൊക്കെ നേരത്തെയൊക്കെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കും കേട്ടോ. അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചോറ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പുറത്ത് തന്നെ വെക്കുക, പിറ്റേ ദിവസത്തേക്ക് അത് തീർക്കും. ആകെ ഒരു ഇച്ചിരി ചോറേ നമുക്ക് ആവശ്യത്തിനുള്ളൊരു ചോറ് വെച്ചിട്ട് ബാക്കിയുള്ള ചോറ് ഞാൻ തീർത്തെടുക്കും. എന്നിട്ട് അടുത്ത ചോറ് അടുത്ത ദിവസം വെക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഫ്രിഡ്ജിലോട്ട് വെക്കൽ കുറവാണ്. ഫ്രിഡ്ജിൽ വെച്ച ചോറും നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ചോറും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കളർ തന്നെ വ്യത്യാസം ഉണ്ടാവുകയെ. നേരത്തെ ഞാൻ കഴുകി വെച്ചിരുന്ന ചിക്കനില്ലേ, ആ ചിക്കൻ എടുത്തിട്ട് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി, ഉപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിരുന്ന് അതിനകത്ത് ഇടയ്ക്കേക്കിടെ എനിക്കൊരു മടി വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് നേരെ ചിക്കൻ ഫ്രൈ ആക്കി മാറ്റും. അങ്ങനെയാണ് ചെയ്യാറ് പൊതുവേ. എനിക്ക് മടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിക്കൻ ഫ്രൈ ആക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി പതിയെ സാവധാനം അവിടെ നിന്ന് എണീറ്റ് പോകത്തുള്ളൂ. ഇവിടെ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്ന സാധനം ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ഞാനിവിടെ വന്ന സമയത്ത് ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അത്ര വലിയ ഒരു ടേസ്റ്റ് വരുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ നാട്ടിലെ ചിക്കൻ കറി ഇങ്ങനെ കഴിച്ച് ആ ഒരു ടേസ്റ്റ് നാവിലൊക്കെ വെച്ചുകൊണ്ടാണല്ലോ വരുന്നത്. പിന്നെ ഇവിടുത്തെ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു ചിക്കൻ കറി കഴിച്ച് എൻ്റെ വായിക്ക് ടേസ്റ്റ് ഇല്ലാതെ എനിക്ക് തോന്നുന്നു ചിക്കൻ്റെ ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ ആദ്യമൊക്കെ എനിക്ക് കിട്ടിയ ഒരു ടേസ്റ്റ് ഒരു വേറെ ടേസ്റ്റ് ആയിരുന്നേ. ചിലപ്പോൾ അല്ലെങ്കിൽ ചിക്കൻ മസാലയുടെയോ എന്തിൻ്റെയെങ്കിലും ഒരു മിസ്റ്റേക്കൊക്കെ ആയിരിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് സവാള ഉണ്ടായിരുന്നു. അപ്പോൾ സവാള അരിഞ്ഞു. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് സവാള എടുത്തു, ഇഞ്ചി എടുത്തു, വെളുത്തുള്ളി എടുത്തു, ഒരു കുഞ്ഞു കഷ്ണം തക്കാളിയും കൂടി എടുത്തിട്ടാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കിയത്. അതിൻ്റെ ഈസി തട്ടിക്കൂട്ടി ചിക്കൻ കറിയാണ്, അല്ലാതെ വലിയ പ്രത്യേകിച്ച് ആഡംബരമായിട്ട് പറയാനുള്ള ഇതൊന്നുമില്ല. ഫുഡ് ഉണ്ടാക്കി കുളിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരുവിധം പരിപാടിയും കഴിഞ്ഞ് പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എണീക്ക് അലാറം വെച്ച് നേരെ ഉറക്കിന് പോവുക. ഇത് തന്നെ റിപ്പീറ്റിംഗ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ അവസാനം കപ്പപ്പുഴുക്ക്, അതായത് കപ്പപ്പുഴുക്കായിട്ടുണ്ട്. ഫുള്ളി ഞാൻ തേങ്ങ
എടുത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സി ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കി ഇട്ടു. എന്നിട്ട് കപ്പ പുഴുക്കുണ്ടാക്കി, പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ രാവിലത്തേക്കും ഇത് തന്നെ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. ഞാൻ വീഡിയോസ് ഇവിടെ വന്നതിന് ശേഷം ഇട്ട് തുടങ്ങിയ പിന്നെയും ഞാനൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയി തുടങ്ങിയ പിന്നെയും എനിക്ക് വന്ന കുറച്ച് കമൻസാണ്. പുറത്ത് പോയി അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്നതല്ലേ, അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് സുഖത്തിന് വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്തിയ ജീവിതം എന്നൊക്കെ ഇങ്ങനെ കുറേ കമൻസ് ആയിട്ടും. ഒരു കാര്യം മനസ്സിലാക്കണം, പണ്ടൊക്കെ നമ്മുടെ അപ്പനോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ ചേട്ടന്മാർ ഒക്കെ നമുക്ക് ഈ ഗൾഫിലും പുറം രാജ്യത്തൊക്കെ പോയി കഷ്ടപ്പെടുവായിരുന്നു. അവർ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് പോയത്. കഷ്ടപ്പെട്ടിട്ടാണ് നാട്ടിലോട്ട് മാസത്തിൽ ഒരു മാസം, അതായത് വർഷത്തിൽ ഒരു മാസം അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ വരുന്നത്. അപ്പോൾ കുറേ മിഠായിയും അതുപോലെ തന്നെ കുറേ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, അവരവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. അതേ മെൻറ്റാലിറ്റിയാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ എൻ്റെ ഏജ് വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന വെച്ചിട്ടായിരിക്കും എന്നെ വിലയിരുത്തുന്നത്. അപ്പോൾ ഞാൻ ഈ ഏജിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് അല്ല ഇവിടെ വന്നത്, അതെല്ലാവരും മനസ്സിലാക്കണം. ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്. അതിനകത്ത് 5-6 ദിവസം നമ്മളിപ്പോൾ പണിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പണിയെടുത്തിട്ടാണ് വീട്ടിൽ വരുന്നത്. നടുവൊന്ന് നിവർത്താൻ കൂടി പറ്റുന്നുണ്ടാവില്ല, അതുപോലെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് അടിച്ചു പൊളിച്ചു അല്ലെങ്കിൽ ഒന്ന് കറങ്ങാൻ പോയെന്ന് വിചാരിച്ചാൽ ഒന്നും പറ്റാനില്ല. നമ്മളുണ്ടാക്കുന്ന പൈസയും കൊണ്ടല്ലേ നമ്മൾ പോകുന്നത്. നമ്മൾ കഷ്ടപ്പെടുന്നില്ലേ, നമ്മൾ നാട്ടിലോട്ട് അയക്കുന്നില്ലേ, നാട്ടിലെ കാര്യങ്ങൾ നോക്കുന്നില്ലേ, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നില്ലേ, കുഞ്ഞിൻ്റെ എഡ്യൂക്കേഷൻ നോക്കുന്നില്ലേ, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ സാധിക്കുന്നില്ലേ? അത്ര നമ്മൾ ചിന്തിച്ചാൽ പോരെ. എല്ലാ സൈഡിലും ഒരു പോസിറ്റീവും ഉണ്ടാവും, ഒരു നെഗറ്റീവും ഉണ്ടാവും. ഈ കോയിനൊക്കെ എടുക്കും പോലെ പോസിറ്റീവ് അപ്പുറത്തും നെഗറ്റീവ് ഇപ്പുറത്തും എന്നൊക്കെ പറയുന്നത് നമ്മൾ ഓരോന്ന് പറയില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ എനിക്ക് അങ്ങനെയായിട്ടേ തോന്നിയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് പേർക്കത് മനസ്സിലാവാത്തവരുണ്ട്. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന പോലെ നമ്മൾ അബ്രോഡ് വരുന്നത് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടല്ല. അത് ഇപ്പോൾ അബ്രോഡ് വരുന്ന കുട്ടികളുടെ എണ്ണവും അതുപോലെ തന്നെ ചേച്ചിമാരും ചേട്ടന്മാരുടെയൊക്കെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുതലാണ്. അവരോടൊക്കെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. നിങ്ങളുടെ വീട്ടിൽ ഒരു ഫാമിലിയിൽ ഒരാളെങ്കിലും അബ്രോഡ് ഇല്ലാത്തവരുണ്ടാവില്ല. ചോദിച്ചു നോക്ക്, ഇവിടെ എന്താ പരിപാടി, ഇവിടെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടാണോ വരുന്നത്, നീ കഷ്ടപ്പാടുണ്ടോ, വെറുതെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് പൈസ ഉണ്ടാക്കി നടക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് അംബാനിയുടെ മക്കളൊന്നും അല്ലല്ലോ ഇങ്ങനെ പൈസയൊക്കെ ഉണ്ടാക്കി ഇതാക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഇവിടെ വരുന്നത് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ച് നല്ലൊരു നിലയിലെത്താൻ വേണ്ടിയിട്ടും നാട്ടിലൊന്ന് സെറ്റിലാവാൻ വേണ്ടിയിട്ടുമാണ്. എനിക്ക് നാട്ടിൽ സെറ്റിലാവാൻ ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് സെറ്റിലാവാൻ വേണ്ടിയിട്ടും കൊച്ചിൻ്റെ എഡ്യൂക്കേഷൻ, വീട്ടുകാർ, അങ്ങനെ നമ്മൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ നെഗറ്റീവ്സ് കുത്തിത്തിരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം. അടിച്ചുപൊളി മാത്രമല്ല, അടിച്ചു പൊളിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 6 ദിവസത്തെ പണിയെടുത്ത് കഷ്ടപ്പാടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ നല്ല വീഡിയോസ് ഇട്ടാണ്.